ജാസ് ഫാംടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് നാടൻ കോഴീനെ വളർത്തി നല്ലൊരു വരുമാനം കിട്ടാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നാടൻ കോഴീനെ മേടിക്കുമ്പോൾ ഒരു 3 പെടയും പിന്നെ അതുപോലെ തന്നെ ഒരു പൂവനും കൂടി വാങ്ങിക്കുക. അത് വന്നിട്ട് അവിടെ ഇരിക്കുന്ന കോഴിയായിരിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മേടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ കോഴീനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ട് ഈ 3 കോഴിയും നമ്മൾ ഒരേ ദിവസം നമ്മൾ അവിടെ വയ്ക്കുക. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ വന്നിട്ട് ഒരേ ദിവസം തന്നെ വിരിയും. അപ്പോൾ ഈ 3 കോഴി നമുക്ക് മുട്ടയിടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 36 ഒരു കോഴി വന്നിട്ട് ഒരു 15 മുട്ട ഇടുന്നുണ്ടെങ്കിൽ ഒരു 45 മുട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഈ 45 മുട്ട നമ്മൾ 3 കോഴിയായിട്ട് നമ്മൾ അട വയ്ക്കുക. അട വെച്ചിട്ട് നമ്മൾ വിരിയിപ്പിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ 4 കോഴിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 40 കുട്ടികൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ കോഴി ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് ഈ 4 കോഴിയിൽ നിന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു 40 കോഴീനെ നമുക്ക് കിട്ടും. നമുക്ക് ഒരു 6 മാസം നമ്മൾ വളർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ 40 കോഴികളും വലുതായിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു ഏകദേശം ഒരു 20 കോഴികൾ 25 നമുക്ക് പെടക്കോഴികൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ കുട്ടികളെ വിരിഞ്ഞ് നമുക്ക് ആ കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മാസം നല്ലൊരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ നാടൻ കോഴീനെ വളർത്തുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ കോഴികൾക്ക് നമ്മൾ മുട്ടത്തീറ്റ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ മുട്ടത്തീറ്റ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊരു ഭയങ്കര നഷ്ടമാവും നമുക്കത്. പിന്നെ അങ്ങനെ മുട്ടത്തീറ്റ കൊടുത്തത് തന്നെ കോഴികൾ അടയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഈ ഫുഡിൻ്റെ വേസ്റ്റുകളും പിന്നെ അയൽവക്കത്ത് നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ട് കോഴികളെ വളർത്തുക. പിന്നെ അഴിച്ചിട്ട് വളർത്തുക മാക്സിമം. ഒരു ദിവസം നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ അഴിച്ചിട്ട് വളർത്തണം. അപ്പോൾ നമുക്ക് ആ കോഴികൾ വന്നിട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ അടയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുട്ടത്തീറ്റ കൊടുത്ത് നമ്മൾ കൂടുതലിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ കോഴികൾ അടയിരിക്കാൻ വളരെ അപൂർവമായിട്ടാണ് കോഴികൾ ഇങ്ങനെ അടയിരിക്കാറുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നാടൻ കോഴീനെ വളർത്തുന്നവർ മാക്സിമം മുട്ട വെക്കാണ്ടിരിക്കുക. മുട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ കോഴി വന്നിട്ട് ഏകദേശം ഒരു 13-14 മുട്ടയാണ് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞാലാണ് അടുത്ത ട്രിപ്പ് മുട്ട ഇടുക. അപ്പോൾ നമുക്ക് ആ മുട്ട വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വിരിയിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭകരം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രാമപ്രിയ കോഴികളുണ്ടാവും, അതുപോലെ കൈരളി കോഴികളുണ്ടാവും. അതിനെല്ലാം വളർത്തിയിട്ട് നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെ നമുക്ക് ബാധിക്കും. നാടൻ കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയിരിക്കുന്ന കോഴികളായിരിക്കും. അപ്പോൾ അടയിരിക്കുന്ന കോഴികളെ തന്നെ നമ്മളതിനെ അതിൻ്റെ പാരൻസിനെ നിർത്തി അത് നമ്മൾ അതിനെ ഡെവലപ്പാക്കിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ വിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം.